ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു അവസ്ഥ ഉണ്ടോ? ഒരുപക്ഷെ ഇത്രത്തോളം നാണം കെട്ട, ലോകത്തിന് മുന്നിൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രധാനമന്ത്രി ഒരുപക്ഷെ ഈ ലോകത്തുണ്ടാവുകയില്ല. സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് മരിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിൻ്റെ ഒരവസ്ഥ, ഒരുപക്ഷെ അതിനേക്കാൾ നാണം കെട്ടൊരവസ്ഥ ഇനി വേറെ ഉണ്ടാകില്ല. ഈ ലോകത്ത് ഒരു പ്രധാനമന്ത്രിമാർക്കും ഒരുപക്ഷെ ഇതുപോലൊരു ഗതികെട്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അതും ടെക്നോളജിയിലും മറ്റുമൊക്കെ തങ്ങളാണ് കേമന്മാരെന്ന് ലോകത്തിന് മുന്നിൽ അഹങ്കരിച്ച, അഹംഭാവം നടിച്ച ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ പ്രധാനമന്ത്രിക്കാണ് ഇത്തരമൊരവസ്ഥ ഉണ്ടാകുന്നത്. നോക്കൂ, ഏതാനും ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ബെഞ്ചമിൻ നെതന്യാഹു സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യമായി ഒരു വീഡിയോ പുറത്തുവിടുന്നത്. എന്നാൽ ആ വീഡിയോ ഒറിജിനൽ വീഡിയോ അല്ല, നേരെ മറിച്ച് AI വീഡിയോ ആണ് എന്നുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. അതിനുള്ള കാരണമായി പറഞ്ഞത്, ആ വീഡിയോയിൽ സംസാരിക്കുന്ന നെതന്യാഹുവിൻ്റെ കയ്യിലുള്ളത് 5 വിരലല്ല, നേരെ മറിച്ച് 6 വിരലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നു, ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തു. എന്നിട്ട് അവസാനം നാണം കെട്ട് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി, ഞാൻ മരിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അതായത് നെതന്യാഹു തന്നെ രംഗത്ത് വരികയാണ്. എന്നിട്ടൊരു കോഫി ഷോപ്പിൽ നിന്നും ഒരു വീഡിയോ ദൃശ്യം പുറത്തുവിടുന്നു. എന്നിട്ടതിൽ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ദേ കണ്ടില്ലേ, എനിക്ക് 6 വിരലല്ല 5 വിരലൊക്കെ തന്നെയാണ്, ഞാനിവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ള തരത്തിൽ തമാശ രൂപേണ ഒരു വീഡിയോ ആയിരുന്നു അത്. എന്നാൽ ആ വീഡിയോയും അത് AI നിർമ്മിത വീഡിയോ ആണ് എന്ന് എല്ലാവരും പറഞ്ഞു വെച്ചു. തെളിവുകളായി ഒന്നും രണ്ടുമല്ല, നിരവധി തെളിവുകളാണ് ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അതിനുശേഷം നെതന്യാഹു കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ഫുട്ടേജ് കൂടി പുറത്തുവിട്ടു. അതിനകത്ത് നെതന്യാഹു പുറത്തിങ്ങനെ ആളുകളുമായി സംസാരിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. എന്നാൽ ആ നാടകവും പൊളിയുകയാണ്. അതും AI നിർമ്മിത വീഡിയോ ആണെന്ന് പലരും പറഞ്ഞു വയ്ക്കുന്നു. നോക്കൂ, ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്നുകിൽ നെതന്യാഹു ഇറാൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം. ഇനി കൊല്ലപ്പെട്ടില്ല എങ്കിൽ നെതന്യാഹുവിന് ഗുരുതരമായ, എന്തോ വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു പരിക്ക് ആ ഒരു ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്ന് ചത്തിട്ടുണ്ടാകും. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നെതന്യാഹു എന്ന് പറയുന്നത്. ഇനി അതുമല്ലെങ്കിൽ ഇപ്പോഴും ഇറാൻ്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ബങ്കറിനുള്ളിൽ ഇപ്പോഴും ഭയപ്പാടോടുകൂടി ജീവിക്കുന്നുണ്ടാവും ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹു ജീവനോടെയുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായും കൊല്ലും എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് IRGC നൽകിയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ബങ്കറിനുള്ളിൽ ഇപ്പോഴും ഭയന്നുകൊണ്ട് ജീവിക്കുന്നുണ്ടാവും. നോക്ക്, ചത്തിട്ടുണ്ടെങ്കിൽ ചത്തു എന്ന് പറയുക. ആ സംഭവം അവിടെ അവസാനിച്ചു, ചാപ്റ്റർ ക്ലോസ് ആയി. എന്നാൽ അതൊന്നും പറയാതെ ഇങ്ങനെ ഇടയ്ക്കിടെ ഒരു AI വീഡിയോ ഒക്കെ പുറത്തുവിട്ടുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ആ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഒരവസ്ഥ, അത് വല്ലാത്തൊരു പരിതാപകരമായ, ദയനീയമായ അവസ്ഥയാണ്. നെതന്യാഹുവിൻ്റെ മരണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അതിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ട്. കാരണം അത്രത്തോളം കൊടും ക്രൂരതകൾ ബെഞ്ചമിൻ നെതന്യാഹു ഈ ലോകത്തോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടിരിക്കാം, അതിന് സാധ്യതയേറെയാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ തെളിവുകൾ ഞാനിവിടെ ഓരോന്നായി കാണിക്കാം. ഇതാണ് കഴിഞ്ഞ ദിവസം രണ്ടാമതായി കൊണ്ട് നെതന്യാഹു പുറത്തുവിട്ട ആ വീഡിയോ ഫുട്ടേജ്. അതിനകത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, നെതന്യാഹുവിൻ്റെ ഇടത് കൈയിൽ ഒരു മോതിരം കിടപ്പുണ്ട്. ആ മോതിരം സെക്കൻഡുകൾക്കുള്ളിൽ, നിമിഷ നേരങ്ങൾക്കുള്ളിൽ അത് അപ്രത്യക്ഷമായി മാറുകയാണ്. കൈകളിങ്ങനെ പൊക്കുന്ന സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ ആ മോതിരം കാണാനില്ല. ഇത്തരത്തിൽ നിരവധി ഗ്ലിച്ചുകൾ, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ ഫുട്ടേജിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെയുള്ള എററുകൾ ഏറ്റവും കൂടുതലും കാണാൻ സാധിച്ചത് നെതന്യാഹുവിൻ്റെ ആ കോഫി ഷോപ്പിൽ നിന്നുള്ള ആ വീഡിയോ ഫുട്ടേജിലായിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ കള്ളത്തരം പൊളിച്ചത് മോതിരമായിരുന്നുവെങ്കിൽ ആദ്യത്തെ വീഡിയോയിൽ കള്ളത്തരം പൊളിച്ചത് ഒരു കോഫിയായിരുന്നു. നെതന്യാഹു ആ കോഫി എടുക്കുന്ന സമയത്ത് അത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ആ കപ്പ് നിറയെ കോഫി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കോഫി നെതന്യാഹു എടുക്കുന്ന സമയത്ത് അതിൽ ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് വല്ലാത്ത സംഭവം തന്നെയാണ്. ഇനി ആ ചായക്കോ കപ്പിനോ എന്തെങ്കിലും കാന്തിക ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടാമതായി, നിറഞ്ഞ ആ കപ്പിലെ കോഫി നെതന്യാഹു കുടിച്ചതിന് ശേഷം ആ കപ്പിൽ നിന്നും ഒരു തുള്ളി പോലും ആ കോഫി കുറഞ്ഞിട്ടുമില്ല. മറ്റൊന്നെന്ന് പറയുന്നത്, നെതന്യാഹു തൻ്റെ കൈ തൻ്റെ കോട്ടിനുള്ളിലേക്ക് ഇടുന്ന സമയത്ത് സെക്കൻഡിനുള്ളിൽ ഒരു ഫ്രെയിം ഇങ്ങനെ വ്യത്യാസപ്പെടുകയാണ്. പലപ്പോഴും ഈ ആനിമേഷൻ ചെയ്യുന്ന സമയങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ചെറിയ വെട്ടലുകൾ, ഓരോ കീ ഫ്രെയിമിലുണ്ടാകുന്ന ചെറിയ ഇത്തരം ഗ്ലിച്ചുകളും മറ്റുമൊക്കെ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു നാച്ചുറൽ അല്ല, അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ ഫുട്ടേജാണ്, AI നിർമ്മിത വീഡിയോ ഫുട്ടേജാണ് എന്ന് പലരും പറഞ്ഞു വയ്ക്കുന്നു. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു മനുഷ്യൻ പിടിക്കുന്നത് പോലെയല്ല ആ വീഡിയോയിൽ പ്രത്യേകമായ രീതിയിലാണ് കൈകൾ കൊണ്ട് ആ കപ്പിനെ പിടിച്ചിരിക്കുന്നത്. മറ്റൊന്ന് നെതന്യാഹുവിൻ്റെ ഹെയർ സ്റ്റൈലുള്ള വ്യത്യാസമാണ്.
ആദ്യം കാണുന്ന നെതന്യാഹുവിൻ്റെ ആ ഒരു ഹെയർ സ്റ്റൈലിൽ നിന്നും ഒരു ചെറിയ കഷണ്ടി പോലെ മുടികളില്ലാത്ത വിടവുകളുള്ള രീതിയിൽ കാണപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, നെതന്യാഹുവിൻ്റെ ചെവികളും മൂക്കുമൊക്കെ പഴയതിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നിർമ്മിച്ചുകൊണ്ടുണ്ടാക്കുന്ന വീഡിയോസുകൾ ഏകദേശം സാമ്യമായി തോന്നുമെങ്കിൽ പോലും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന സമയത്ത് അതിൽ പല വ്യത്യാസങ്ങളും കണ്ടെത്താൻ സാധിക്കും. ഇനി ഈ വിഷയത്തിൽ ഗ്രോക്കിൻ്റെ മറുപടി എന്നുള്ളത് ഇതൊരു ജനറേറ്റഡ് വീഡിയോ ആണ് എന്നുള്ളതാണ്. അതോടൊപ്പം ജനറേറ്റഡ് വീഡിയോസുകളെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഹൈവിൽ ഈ വീഡിയോ എന്നുള്ളത് 78.5% അത് നിർമ്മിത വീഡിയോ ആകാനുള്ള സാധ്യതയെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഞാൻ തന്നെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ജെമിനിയിൽ ഇതൊരു ഫേക്ക് വീഡിയോ ആണോ ഒറിജിനൽ വീഡിയോ ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഈ വീഡിയോയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കോഫി ഷോപ്പിൽ നിൽക്കുന്നതാണ് കാണുന്നത്. വീഡിയോയുടെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളുടെ ചലനവും സംസാരവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം, അതായത് സിങ്ക് ഇഷ്യൂസ് അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ അദ്ദേഹം കൈകൾ ചലിപ്പിക്കുമ്പോഴും മറ്റും ദൃശ്യങ്ങളിൽ സ്വാഭാവികമല്ലാത്ത ചില മാറ്റങ്ങൾ, അതായത് ഗ്ലിച്ചസ് കാണാം. സാധാരണയായി ഇത്തരം ഹൈ പ്രൊഫൈൽ വ്യക്തികളുടെ വീഡിയോകൾ ഡീപ്പ് ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാറുണ്ട്. ഈ വീഡിയോയും അത്തരത്തിൽ ആരെങ്കിലും എഡിറ്റ് ചെയ്തതാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ മിക്ക ടൂളുകളും പറയുന്നത് ഇത് ജനറേറ്റഡ് വീഡിയോ ആണ് എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച കൂടി കാണിക്കാം. ഇത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മിലിറ്ററി ഓഫീസർമാരുടെ പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നു, ഒരു മീറ്റിംഗ് ആയിരുന്നു. സാധാരണയായി ഈ മീറ്റിങ്ങുകളിൽ ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കാറുള്ളതാണ്. പക്ഷേ ആ മീറ്റിങ്ങിൽ നെതന്യാഹു പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുഖമൊന്ന് നിങ്ങൾ വ്യക്തമായി പരിശോധിക്കുന്ന സമയത്ത് ഒരു വിഷമം പോലെ, എന്തോ ഒരു നഷ്ടം പോലെ, ഒരു തീരാ നഷ്ടം പോലെ, ഒരു ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻസ് ആണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അവരുടെ മുഖങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു ചിരിയോ ഒരു കോൺഫിഡൻസോ ഒന്നും തന്നെയില്ല. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകനായിട്ടുള്ള നെതന്യാഹു സാധാരണയായി എക്സിലൊക്കെ നിരന്തരമായിക്കൊണ്ട് ഓരോ ദിവസങ്ങളും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നെതന്യാഹുവിൻ്റെ അറിയിപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എക്സിൽ കാണാനേ സാധിക്കുന്നില്ല. നോക്കുന്ന നാഥനില്ലാത്ത വീടായി ഇസ്രായേൽ മാറുകയാണ്. ഇവിടെ ഇസ്രായേലിലെ ഭരണാധികാരി ഇവിടെ ചത്തോ ജീവനോടെയുണ്ടോ എന്ന് ഒരു വശത്ത് ആളുകൾ ചോദിക്കുമ്പോൾ, മറുവശത്ത് ഇറാനിലെ പുലിക്കുട്ടികളായ ഭരണാധികാരികൾ പൊതുമധ്യത്തിലേക്ക് നല്ല ചങ്കുറപ്പോടുകൂടി ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിയൻ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനും അതോടൊപ്പം ഫോറിൻ മിനിസ്റ്ററായിട്ടുള്ള അബ്ബാസ് അരക്ചിയുമൊക്കെ ഖുദ്സ് ദിനത്തിൽ ഇറാനിൽ നടന്ന ഒരു റാലിയിൽ അവർ ചങ്കുരത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി നടന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതാണ് എലികളും പുലികളും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഒരു എലി ഇപ്പോഴും മാളത്തിലുണ്ട്. മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും വ്യക്തമായി അറിയില്ല. താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി, മറുവശത്ത് ആണുങ്ങളെപ്പോലെ നെഞ്ചു വിരിച്ചുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഇറാനിലെ ഭരണാധികാരികൾ.